ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖല പരിസ്ഥിതി ദിനാചരണം നടത്തി. വനമിത്ര പുരസ്കാര ജേതാവിന് ആദരവും നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കമ്മിറ്റി ബോട്ട് ക്ലബ് അങ്കണത്തിലായിരുന്നു പരിപാടി. വനമിത്ര പുരസ്കാര ജേതാവ് സരസ്വതി അമ്മയെ ചടങ്ങിൽ ആദരിച്ചു. നമ്മളിതൊരു തെങ്ങിന്റെ മുട്ടിൽ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം ആ ഈർപ്പം അതേപോലെ നിൽക്കും. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും ആ ഈർപ്പം അത് അതേമാതിരി നിലനിൽക്കും. അത് ഭയങ്കര വലിയ വളമാണ്. അത് ഏത് ചെടിക്കിട്ടാലും കുറച്ച് നാളത്തേക്ക് പിന്നെ അതിന് വെള്ളമേ ഒഴിക്കണം. ഞാനിപ്പോൾ മെമ്പറുടെ അടുത്ത് പറഞ്ഞത് അത് നിങ്ങൾ അതിൻ്റെ ഒരു അവബോധം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ കാശ് കൊടുത്ത് വളം വാങ്ങാതെ ഇത് അതിനിടാണ്ട് പിന്നെ നിൽക്കുന്നതെന്ന് വെച്ചാൽ കൊഴുപ്പച്ചീരയാണ്. എല്ലാ തരം നേത്ര രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആ കൊഴുപ്പച്ചീര. അതായത് മധുരയിൽ അരവിന്ദ കണ്ണാശുപത്രി ചെന്നപ്പോൾ ചവറയിൽ ഒരു രോഗിയെടുത്ത് അവർ പറഞ്ഞ് കൊഴുപ്പച്ചീര കിട്ടുവാണെങ്കിൽ എവിടെന്നെങ്കിലും വാങ്ങി നിങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു. കൗൺസിലർ ശാലിനി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം ആ രീതിയിലേക്ക് മാറാതെ പ്രകൃതി സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഓരോ മരവും നമുക്ക് ഇന്ന് നൽകുന്ന തണൽ നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി കരുതി വെച്ചതാണ്. വരും തലമുറയ്ക്ക് വേണ്ടി അത്തരം തണലുകൾ സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ ദിനം അത് ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്. നമ്മൾ അത്തരത്തിൽ ഒരു ദിനം ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഇത്തരം പരിപാടികൾ ഏറെ അഭിനന്ദനാർഹം തന്നെയാണ്. അപ്പം അത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല, അതിന്റെ സംരക്ഷണവും കൂടി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പ്രകൃതി വരും ദിവസങ്ങളിൽ നമുക്ക് വലിയൊരു സമ്പത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രദീപ് അപ്പാളു അധ്യക്ഷത വഹിച്ചു. അനിൽ A1 ആദരവ് നിർവഹിച്ചു. ഗോപു നീണ്ടകര, രാജശേഖരൻ നായർ, പ്രദീപ് തെക്കുംഭാഗം, സുരേഷ് ബാബു, പ്രകാശ് അജാസ്, രാജു പെരിങ്ങാല, ഇന്ദുലേഖ ആർ നന്ദനം, അനീഷ് കുമാർ, അജീഷ്, ബാബു ബാബൂസ്, രഞ്ജിത്ത് ദേവൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.